കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കും കൃപയ്ക്കും കരുതലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഏത് കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പൊന്മുഖം അന്വേഷിക്കാൻ നമുക്ക് തയ്യാറാകാം. അന്വേഷിക്കുന്ന ആരെയും ദൈവം തള്ളിക്കളയുകയില്ല. ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല. നമ്മെ ജീവനോടെ കാക്കുന്ന ദൈവം. നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നമ്മുടെ വലത്ത് ഭാഗത്ത് നമുക്ക് തണലാണ്. ഒരു ശക്തിയും നമ്മളെ നോക്കാതെ വണ്ണം, പകലിൻ്റെ ശക്തികളോ രാത്രിയുടെ ശക്തികളോ ഒന്നും നമ്മളെ അലട്ടാതെ വണ്ണം പ്രാണനെ ആ ഗമനത്തെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരെ, ലോകത്തിലെ ഒരു സെക്യൂരിറ്റിക്കും നമ്മളെ പരിപാലിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ചാകരി. ദൈവം സൂക്ഷിച്ചില്ലെങ്കിൽ അത് സൂക്ഷിപ്പല്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി എത്ര പട്ടാളം ഉണ്ടെങ്കിലും, ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടെങ്കിലും, ശക്തമായൊരു വെള്ളപ്പൊക്കം വന്നാൽ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. കൊടുങ്കാറ്റ് വന്നാൽ സെക്യൂരിറ്റിക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ദൈവം സൂക്ഷിച്ചെങ്കിലേ സൂക്ഷിപ്പാടിയുള്ളൂ. ദൈവം നടത്തുന്നതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസമായിരിക്കുന്നത്. അവിടുന്ന് ആരോഗ്യം നൽകിയത് കൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് സകല മഹത്വവും പുകഴ്ചകളും ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാവണം. സ്വന്തം കഴിവിൽ, സ്വന്തം ബലത്തിൽ, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കരുത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യണം. പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വയത്തിൽ ആശ്രയിക്കുന്നു, ബുദ്ധിയിൽ ആശ്രയിക്കുന്നു, സമ്പത്തിൽ ആശ്രയിക്കുന്നു, കുടുംബ പാരമ്പര്യത്തിൽ ആശ്രയിക്കുന്നു, സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്നു. ഇതൊക്കെ ക്ഷയിച്ചു പോകും, ഇതൊക്കെ ഇല്ലാതായി പോകും. അതിനൊന്നും നമ്മളെ നടത്താൻ പറ്റില്ല. യഹോവയിൽ തന്നെ ആശ്രയം വെക്കുക. അങ്ങനെയുള്ള വ്യക്തികൾ ഉഷ്ണം തട്ടുമ്പോഴും വരൾച്ചയുള്ള കാലത്തും കാറ്റടിച്ചാലും ഒന്നും ഭയപ്പെടത്തില്ല. എപ്പോഴും അത് പച്ചയായിരിക്കും. കാരണം ആശ്രയം യഹോവയിലാണ്. യഹോവയിൽ തന്നെ ആശ്രയം വെക്കാൻ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ തയ്യാറാകുമെങ്കിൽ ജയത്തോടെ മുമ്പോട്ട് പോകാൻ അവിടെ നമ്മെ ഇടയാക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് തിരിച്ചറിഞ്ഞ മുൻപോട്ട് പോകാൻ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി നമുക്ക് പ്രഖ്യാപിക്കാം. ആ വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ ഒരു ദിവസമൊന്നല്ല, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ ഇടയാക്കണം. നമ്മൾ വിശ്വസിച്ച ആരെയാണ് നമ്മൾ അറിഞ്ഞത്, നമ്മുടെ കരത്തിൽ പിടിച്ചത് ആരാണ് എന്ന് ഉത്തമമായൊരു ബോധ്യം എല്ലായ്പ്പോഴും നമുക്കുണ്ടായിരിക്കണം. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപദേശി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്തിന്ന് പകരുണ്ടാകണം. ഒരു ദിവസം നല്ല എൻ്റെ വരെ കാക്കാൻ, സൂക്ഷിക്കാൻ, വിഴാതെ കൊണ്ട് നമ്മെ നടത്താൻ, കളങ്കമില്ലാതെ നിർത്താൻ, ആനന്ദത്തോടെ നിർത്താൻ, സന്തോഷത്തോടെ നയിക്കാൻ
കലങ്ങിപ്പോകാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കാര്യം ഇന്ന് പ്രഭാതത്തിലും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ആ കരത്തിൻ്റെ വല്ലപ്പത്വം ഇന്ന് പ്രഭാതത്തിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 25-ാം സങ്കീർത്തനം 2-ാമത് വാക്യം, എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ച് പോകരുതേ, എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുത്. ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ദൈവമേ നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തും. എന്നിട്ടാണ് പറയുന്നത്, എൻ്റെ ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. വേറെങ്ങും ആശ്രയിക്കുന്നതല്ല ദാവീദ് പറയുന്നത്. ആശ്രയിക്കാൻ മനുഷ്യമായ ഒരു ഘട്ടം വന്നപ്പോൾ സൈന്യമുണ്ടായിരുന്നു, ധനമുണ്ടായിരുന്നു, സോഴ്സുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ദാവീദ് പറയുന്നു, സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല. പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധന്യരാണ്. ഇവിടെ പറയുന്നത്, എൻ്റെ ദൈവമായ യഹോവേ നിന്നിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവൻ ആരാണെന്ന് ദാവീദിന് വ്യക്തമായിട്ട് അറിയാം. മനുഷ്യരിലല്ല താൻ ആശ്രയിച്ചത്, സ്വന്തം ബലത്തിലല്ല, ശക്തിയിലല്ല, ദൈവത്തിൽ ആശ്രയിച്ചു. അതുകൊണ്ടാണ് 22-ാം സങ്കീർത്തനം പറയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവരാശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, ലജ്ജിച്ചു പോയില്ല, രക്ഷ പ്രാപിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെയും പറയുന്നു, യഹോവേ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു, ലജ്ജിച്ചു പോകരുതേ. ഒരു പ്രാർത്ഥനയാണ്. ഇത് പറയാം, എൻ്റെ ശത്രു ഞങ്ങളുടെ മേൽ ജയം ഘോഷിക്കരുത്. ജയം ഘോഷിക്കാൻ, ആർപ്പിടാൻ, കൈകൊട്ടാൻ, തലകുലുക്കാൻ, നന്നായി എന്ന് പറയുന്ന ഒരു സമൂഹമുള്ളപ്പോൾ അവരുടെ മധ്യേ കർത്താവേ അവർ ജയം ഘോഷം കൊള്ളാനിടയാക്കരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയുന്നു, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തന് ലജ്ജിച്ച്. ഉറപ്പാക്കുക, ഞങ്ങൾ ആശ്രയിച്ചത് ആരാന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാനാണ്, വിടുവിക്കുന്നവനാണ്, സഹായിക്കുന്നവനാണ്, കരുത്തുള്ളവനാണ്, വഴി തുറക്കുന്നവനാണ്, സകലത്തെയും കാൽ കീഴാക്കിയവനാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അതുകൊണ്ട് പറയുന്നു, അങ്ങേ കാത്തിരിക്കുന്ന എനിക്ക് ഒരിക്കലും ലജ്ജിച്ചു പോകാനിടയായിട്ടില്ല. ദാവീദിന്റെ അനുഭവമാണ്. അങ്ങേ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ, ഏഷണി പറയുന്നവർ, ഇപ്പുറത്ത് പദ്ധതികൾ ഒരുക്കുന്നവർ, അവർ ലജ്ജിച്ചു പോകുമ്പോൾ അങ്ങേ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഓ സഹോദരങ്ങളെ, ദൈവത്തെ കാത്തിരുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും ലജ്ജിച്ചു പോകുമോ? ഇല്ല. നിങ്ങൾ വിശ്വസിക്കുക. എന്തിനാ സംശയിക്കുന്നേ? ദൈവത്തിന്റെ വാക്ക് കേട്ട് അറിഞ്ഞതല്ലേ. ആരും നിങ്ങളെ സഹായിക്കാൻ കാണില്ല, മനുഷ്യമായി കൈത്താങ്ങൽ ആരുമില്ല. പക്ഷേ ദൈവം പറയുന്നു, ഞാൻ നിന്നെ താങ്ങും, എൻ്റെ വലം കൈ കൊണ്ട് അതിനെ താങ്ങും, ഞാൻ നിന്നെ അനാഥരായി കൈവിടുകയില്ല, ലോകത്തിന്റെ അവസാനത്തോളം കൂടെ ഇരിക്കാം, ഞാൻ നിന്നെ നടത്താം, ഞാൻ നിന്റെ പിതാവാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, ആർക്കും അതിനെ തടയാൻ കഴിയില്ല. ബലഹീനമായൊരു കരമല്ല അവിടുത്തേത്, ബലമുള്ള കരമാണ്. മടക്കിയൊരു കരമല്ല, നീട്ടിയൊരു ഭുജമാണ്.
താങ്ങുന്ന ഒരു കരമല്ല കൊടുത്തത്, താങ്ങുന്ന ഒരു കരമാണ്. സ്തോത്രം ചെയ്യാമോ? ധൈര്യത്തോടെ പറയോവേ, ഞങ്ങൾ തിങ്കൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങളുടെ തലമുറ ലജ്ജിച്ചു പോവില്ല. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒറ്റ വ്യക്തിയും ദൈവത്തിന്റെ വാക്ക് കേട്ട് മുമ്പോട്ട് പോകുന്ന ആരും തകർന്നു പോകില്ല, തകർന്നു പോകില്ല, തകർന്നു പോകില്ല. ദാവീദിന്റെ അനുഭവമാണ് പറയുന്നത്. പുച്ഛിച്ച ഒത്തിരി പേർ, ആക്ഷേപിച്ചവർ, നിന്ദിച്ചവർ, എവിടെ നിന്റെ ദൈവം എന്ന് ചോദിച്ചവർ ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ നടുവിൽ ജീവനുള്ള ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ ചില അടയാളങ്ങൾ എന്തുപോലെ വ്യാപരിക്കുക. നമ്മുടെ ഈ ദിവസങ്ങൾ പറയും, ഞാൻ കർത്താവിനെ കാത്തിരുന്നു, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, അതുകൊണ്ട് ലജ്ജിച്ചു പോകാഞ്ഞത്. നമ്മുടെ ദൈവം നമ്മെ ലജ്ജിപ്പിക്കുന്ന ദൈവമാണ്. ദാവീദനുഭവത്തിൽ നിന്ന് പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. യഹോവേ, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകത്തില്ല. ധൈര്യത്തോട് പറ, ഞാനും എൻ്റെ തലമുറകളും എൻ്റെ കുടുംബം ലജ്ജിച്ചു പോകില്ല, ലജ്ജിച്ചു പോകില്ല. ഞങ്ങൾ ശക്തരായി പുറത്തു വരും. ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഞങ്ങളെ കാണുന്ന ഒരുവനുണ്ട്, അറിയുന്ന ഒരുവനുണ്ട്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചിട്ട് പറ, ഞങ്ങൾ ലജ്ജിച്ചു പോകില്ല, ഞങ്ങൾ ലജ്ജിച്ചു പോകില്ല, ഞങ്ങൾ ലജ്ജിച്ചു പോകില്ല. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, കടമഹത്വമുള്ള ഭുജം ഇന്ന് പകൽ വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളങ്ങിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസ്ത്രിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളങ്ങിലേക്ക് ഉയർത്തുന്നു. ഞങ്ങൾക്ക് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഇന്ന് പകൽ ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ പ്രകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ സ്തോത്രം. നിങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. നിങ്ങളുടെ മഹത്വം ഇറക്കിയിരിക്കാൻ സ്തോത്രം. ദുർഘടങ്ങളെ നിരപ്പാക്കിയിരിക്കാൻ സ്തോത്രം. താമ്രവാതിലുകളെ തകർത്തിരിക്കാൻ സ്തോത്രം. ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചിരിക്കാൻ സ്തോത്രം. വടക്കിനോട് തരികയെന്ന് തെക്കിനോട് തടുത്തു വെക്കണമെന്ന് പറഞ്ഞ ഞങ്ങളുടെ കൽപ്പനകൾ ഇന്ന് പകൽ ജനത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കാൻ സ്തോത്രം. അഴിയിൽ പാതയൊരുക്കിയിരിക്കാൻ സ്തോത്രം. സാധ്യങ്ങൾ സാധ്യമായിരിക്കാൻ സ്തോത്രം. സൗഖ്യവും വിടുതലും വ്യാപരിക്കുന്നതിന് സ്തോത്രം. അടഞ്ഞത് തുറന്നിരിക്കാൻ സ്തോത്രം. ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റി സമാധാന മാർഗത്തിൽ തൻ്റെ ജനത്തെ നയിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിനെ ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക. ദൈവപ്രവർത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകലും അസാധ്യങ്ങൾ സംഭവിക്കും. ദൈവത്തിൻ്റെ മഹത്വം മറക്കും. ഈ വചനങ്ങൾ അവരോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശമിച്ചു മാറ്റും.